Hallelujah. Hallelujah. So I want to share to you a wonderful message that God has given to me in my heart. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്ന ഒരു വലിയ ചിന്ത, ഒരു ദൂത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. So when I was preparing for this, ഞാൻ ഈ സന്ദേശം ഞാൻ പരുവപ്പെടുത്തുമ്പോൾ it spoke to my life. അതാദ്യം സംസാരിച്ചത് എൻ്റെ ജീവിതത്തോട് തന്നെയായിരുന്നു. And I had to make some corrections so that I can come here and stand boldly and share the scriptures. അങ്ങനെ ദൈവാത്മാവ് എന്നോട് കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ, ചില മേഖലകളിൽ വേണ്ടുന്നതായ തിരുത്തലുകൾ വരുത്തി എന്നുള്ള പ്രാഗൽഭ്യത്തോടെ തന്നെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി നിൽക്കുന്നത്. Sometimes in our life we forget about some people that we that was part of our life long time before, but we forget about them. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നമ്മളോട് വളരെയധികം അടുത്ത് ഇടപഴകിയ, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി തീർന്ന പലരെയും പല കാരണങ്ങളാൽ നമ്മൾ വിസ്മരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ടോ? Yes. It might be hurt, or it might be some stories or things happen in your life that you just want to ignore them. ചിലപ്പോഴൊക്കെ അവരെ ഏൽപ്പിച്ച ഒരു പരിക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ചില കഥകളായിരിക്കാം, എന്തു ആയിക്കൊള്ളട്ടെ, നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ പച്ചപ്പോടെ നിന്ന പലരെയും നമ്മൾ മനഃപൂർവ്വം വിസ്മരിക്കാറുണ്ട്. Or you might think, why I have to take the first? Why can't he call me or he talk to me? പിന്നെ അതല്ലെങ്കിൽ അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത്, എന്തിനാ ഞാൻ മുൻപോട്ട്, ഞാൻ ഇതിനൊരു തുടക്കമിടുന്നേ, അയാൾക്കും ആകാലോ ഇങ്ങോട്ട്. He also has a phone, he also has a text, he can text me, he can call me, or he can come to me, he knows my house. കാരണം നമ്മൾ പറയാറുള്ള ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ദൂരല്ലേ, എന്തിനാ ഞാൻ വിളിക്കാൻ നിൽക്കുന്നേ, അയാൾക്ക് വിളിക്കാലോ, അയാൾക്കും ഫോണുണ്ടല്ലോ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാളുടെ കയ്യിലുണ്ടല്ലോ, അയാളൊന്ന് വിളിക്കട്ടെ. Is this talking to somebody? ഞാൻ ഈ പറയുന്നത് എനിക്ക് മാത്രം ബാധകമായതാണോ അതോ നിങ്ങൾക്കും അത് ബാധകമാണോ? I see some smiles, so I believe that it is talking to you. കാരണം ഏറിയ പങ്കാളികളുടെ മുഖത്ത് കാണുന്ന ചിരി അത് നിങ്ങൾക്കും ബാധകമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. So I'm going to share a wonderful message to you. ഇന്ന് പകൽക്കാലം ദൈവം തന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. Our joy and crown in Christ. ക്രിസ്തുവിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ കിരീടവും. Say, tell with me. അതുകൊണ്ട് എന്നോട് ചേർന്നൊന്ന് പറയണേ. Joy and crown. സന്തോഷവും കിരീടവും in Christ. ക്രിസ്തുവിൽ. Amen. Amen. There are joys in our life that we enjoy and have fun. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും തമാശകളും ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. Some people have joy when they watch the comedy show. ചിലരൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് ഹാസ്യ പരിപാടികൾ കാണുമ്പോഴാണ്. Maybe some pranks. ചിലത് ഇങ്ങനെ ചില ആൾക്കാരെ കോപ്രായം കാണിച്ചുകൊണ്ട് ചില പരിപാടികൾ കാണുമ്പോഴാണ് ചിലർക്ക് സന്തോഷം വരാറ്. And there are some crowns also with us. അതോടൊപ്പം തന്നെ ചില കിരീടങ്ങളും നമ്മളോടൊപ്പം ഉണ്ട്. Maybe you have a doctorate, you are a doctor, you are a nurse, or you are a teacher, or you are an engineer. Different crowns we have. കാരണം നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ വ്യത്യസ്തങ്ങളായ കിരീടങ്ങളെ കൊണ്ട് നമ്മൾ അലങ്കരിക്കപ്പെട്ടവരാണ്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട്, നാം ചെയ്യുന്ന ജോലിയുടെ പ്രാമാണിത്വം കൊണ്ട്, ഒരുപാട് കാര്യങ്ങളാൽ നമുക്ക് കിരീടങ്ങൾ ഉള്ളവരാണ്. But I want to talk to you about a joy and a crown in Christ. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നുമല്ല ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ നമുക്കുള്ള സന്തോഷത്തെയും കിരീടത്തെയും സംബന്ധിച്ചാണ്. എന്നോട് കൂടെ പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ എനിക്കുള്ള സന്തോഷവും എനിക്കുള്ള കിരീടവും. Amen. Amen. In that is very special. It is something that cannot be taken away from your life unless you allow the enemy to. അതിന് ഏറ്റവും വലിയ ഒരു നിസ്തുല്യത എന്ന് പറയുന്നത് ലോകം തരുന്ന സന്തോഷവും ലോകം തരുന്ന കിരീടവും, സന്തോഷം ഇല്ലാതെയായി പോകും, കിരീടം വാടിപ്പോകും. പക്ഷെ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അത് സദാകാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. ക്രിസ്തുവിൽ നിന്നും നാം പ്രാപിക്കുന്ന കിരീടം അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ഒരൊറ്റ ഉപാധി മാത്രം, അത് വേണ്ട എന്ന് നമ്മൾ വെച്ചാൽ മാത്രമേ അത് നമ്മിൽ നിന്നും പടിയിറങ്ങി പോവുകയുള്ളൂ. അത് വിശ്വാസമുള്ളവർക്ക് കരങ്ങൾ വെച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. There is joy that is of the world. When the cell phone dies, you might feel angry. കാരണം ഈ ലോകം നമുക്കൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഫോൺ ഒന്ന് കേടുവന്നാൽ, ഫോൺ ചത്തുപോയാൽ ആ സന്തോഷം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. There is a crown. You might be an engineer, but if you lose the one screw, there is no use of that crown. അതുപോലെ തന്നെ ഒരു എഞ്ചിനീയർ ആണ് എങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു മേഖലയിൽ അതൊരു കിരീടം തന്നെയാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു അരപ്പിരി ഇളകിപ്പോയാൽ അതോടെ തീർന്നു കാര്യം. Amen. Amen.
But our joy in Christ is not like that. പക്ഷെ ക്രിസ്തുവിൽ ദൈവപൈതങ്ങളായ നമ്മൾക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് അതല്ല. Amen. ആമേൻ. What a wonderful God we serve. അത്രയ്ക്കും നല്ലൊരു ദൈവത്തെയാണ്, സദാകാലവും നിലനിൽക്കുന്ന സന്തോഷം തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. For the couple of weeks we have been studying from 1 Thessalonians. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത വേദഭാഗം എന്ന് പറയുന്നത് തെസ്സലോനിക്ക സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനമാണല്ലോ. As I told you before, the letters give you a direction and guidance to grow as a Christian. ഞാൻ ആദ്യം നിങ്ങളോട് ദൈവസഭയോട് ഓർമ്മിപ്പിച്ചത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവരാക്കി തീർക്കുവാനും ക്രിസ്തുവിൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനും വേണ്ടി ദൈവസഭയ്ക്ക് നൽകിയതാണ് എല്ലാ ലേഖനങ്ങളും. Paul is going into saying that he feels sad, he feels painful for the separation from the church of Thessalonica. തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാരെ കാണാൻ പറ്റാത്തൊരു കാര്യത്തിൽ വല്ലാതെ മനോവിഷമം പൗലോസ് അനുഭവിക്കുകയാണ്. So my scripture is from 17 through 20. 17 മുതൽ 20 വരെയുള്ള തിരുവെഴുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. So let us read that. നമുക്കത് വായിക്കാം. 1 തെസ്സലോനിക്കർ 2:17 തൊട്ട് അത് അവസാനിക്കുന്നത് വരെ. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുൻപാകെ അവിടുത്തെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. So 3 points I want to make from here. ഇവിടെ നിന്നുകൊണ്ട് 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. First is the pain of separation. അതിലൊന്ന് എന്ന് പറയുന്നത് വേർപെടുന്നതിൻ്റെ ഒരു വേദനയുണ്ടല്ലോ, അതിനെക്കുറിച്ച്. That's what I said. Sometimes we had to leave some people behind in our life in order to move on. കാരണം അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുൻപോട്ട് പോകുന്ന ആ ഒരു പ്രക്രിയയിൽ ചിലരെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടുന്നതായി വരാറുണ്ട്. It might be because of political situation, or it might be because of the things that happen. You had to leave them alone. പലവിധ കാരണങ്ങളാൽ അത് സംഭവിക്കാം. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം. അതല്ല എങ്കിൽ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൂടെ അതിനകത്ത് കണ്ടേക്കാം. So Paul is here saying to the Thessalonians that I want to come back to you because I feel a separation, I feel a pain because of that. പക്ഷേ ഇവിടെ പൗലോസ് തെസ്സലോനിക്കരോട് പറയുകയാണ്, അല്പകാലത്തേക്ക് എനിക്ക് നിങ്ങളെ വിട്ടു പോകേണ്ടുന്നതായി വന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ പ്രയാസവും ദുഃഖവും ഉണ്ടാക്കി. എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണുവാനായി ഞാൻ കാംക്ഷിക്കുന്നു. So I want to ask you, church, will your pastor say I feel so in pain because I cannot see you? കാരണം ഇനി ഞാൻ സഭയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. പൗലോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു ഹൃദയഭാരം നമ്മുടെ പാസ്റ്റർമാർക്ക് ഉണ്ടായിരിക്കുമോ? നിങ്ങളെ കാണാതെ വല്ലാത്ത പ്രയാസപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ജീവിതാനുഭവം നമ്മുടെ പാസ്റ്റർമാർക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാവുമോ? Or is it like, oh, thank God he didn't come here today? അതല്ല, ഇന്ന് വന്നില്ലല്ലോ, ആശ്വാസമായി എന്നാണോ അവരെ കുറിച്ച് നമ്മൾ പറയുന്നത്? So I want you to examine yourself. That is, I'm pointing myself also. ഇവിടെ ഞാൻ എന്നെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. Are people feeling in pain when they don't see you? നമ്മളെ കാണാതിരിക്കുമ്പോൾ അല്പകാലത്തേക്കുള്ള നമ്മളുടെ ഒരു വിയോഗം അല്ലെങ്കിൽ ഒരു അസാന്നിധ്യം, അത് നമ്മളെ കാണുവാനുള്ള ഒരു ആഗ്രഹം അവരിൽ ജനിപ്പിക്കുന്നുണ്ടോ? Here Paul is clearly saying we miss you. വളരെ വ്യക്തമായി തന്നെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും പൗലോസ് രേഖപ്പെടുത്തുകയാണ്, സഹോദരന്മാരെ, അല്പകാലത്തേക്ക് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തതിൽ വലിയ ദുഃഖമുണ്ട്. So true Christians should feel that bond or that connection with each other. ഒരു യഥാർത്ഥ വിശ്വാസി ദൈവത്തെ വാസ്തവമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് അവകാശം പറയുന്ന ഒരു വിശ്വാസിക്ക് കൂട്ടുവിശ്വാസിയോട് വല്ലാത്തൊരു അടുപ്പവും വല്ലാത്തൊരു ഊഷ്മളതയും ഉണ്ടായിരിക്കും. So turn to the next person to you. I will miss you next Sunday if you don't come. അതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആളോടൊന്ന് നോക്കി പറഞ്ഞ് അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ അതൊരു വല്ലാത്ത പ്രയാസമായിരിക്കും എനിക്ക്. തലയാട്ടാനല്ല പറഞ്ഞ, അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവും. I will feel bad for you. കാരണം വന്നില്ലെങ്കിൽ അത് എനിക്ക്
ദുഃഖത്തിന് കാരണമായി തീരും. some of you are sitting next to each other for a long time. കാരണം നീണ്ട വർഷങ്ങളായി മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ആ സ്ഥലത്ത് നിങ്ങൾ തന്നെയാണല്ലോ ഇരിക്കുന്നത്. So I will miss you if you don't come. അതുകൊണ്ട് വന്നില്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസത്തിന് കാരണമായി So തീരും. Paul is saying something like this in this scripture. ഇതുപോലെ തന്നെയാണ് പൗലോസ് തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തെസലോനിക്കരോട് പറയുന്ന ഒരു അനുഭവമാണിത്. We must be connected through prayer and also with support to each other. പ്രാർത്ഥനയിലൂടെ നമ്മൾ പരസ്പരം ബന്ധിതരാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മറ്റൊരാൾക്കൊരു താഴ്ച വരുമ്പോൾ, ഒരു വല്ലായ്മ വരുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും നാം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കണം. So let me remind you this thing very particularly. There was a pain of separation in Paul's life. അതുകൊണ്ട് തന്നെ വളരെ വിശേഷതയോടെ തന്നെ വളരെ ഗൗരവത്തോടെ ഞാൻ ഒരു കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, അല്പകാലത്തേക്ക് ഞാൻ നിങ്ങളെ വിട്ടുപോയത് എൻ്റെ ഹൃദയത്തിനകത്ത് അധികമായ വേദന ജനിപ്പിച്ചു എന്ന്. Because when God spoke to me, I took a step of faith and action. I called some people who haven't talked for a long time. ഇത് ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വളരെ ഹൃദ്യമായി മറപൊരുളില്ലാതെ എന്നോട് ഇടപെട്ടതിൻ്റെ ഫലമായി ഞാൻ നീണ്ട വർഷങ്ങളായി പ്രത്യേകിച്ചൊരു ബന്ധവുമില്ലാതിരുന്ന, വിളിക്കാതിരുന്ന പലരെയും ഞാൻ തന്നെ മുൻകൈയെടുത്ത് വിളിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, സുഖമായിരിക്കുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ തിരക്കുവാൻ ദൈവം കൃപ തന്നു. There is every opportunity for me to not to do that, but when God spoke to me, I did that in action. വളരെ കൃത്യമായി എൻ്റെ ജഡത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാനുള്ള നിരവധിയായ നൂറുകണക്കിന് കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ട്. പക്ഷേ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടതുകൊണ്ട് ഞാൻ അവരെ വിളിക്കുവാനും അവരുടെ സുഖാന്വേഷണം നടത്തുവാനും ഒക്കെ ദൈവം എനിക്ക് കൃപ ചെയ്തു. If Holy Spirit ministered to me, this message when I preach, it will minister to your heart also. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എന്നെ ശുശ്രൂഷിച്ചുവെങ്കിൽ, എന്നോട് ഇടപെട്ടുവെങ്കിൽ, എന്നെ തിരുത്തിയെങ്കിൽ അതേ ആത്മാവ് നിങ്ങളോടും ഇടപെടും, നിങ്ങളെയും തിരുത്തും, നിങ്ങളെയും പണിതെടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. Hallelujah. God bless you. The second point I want to make is രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, the opposition from Satan, verse 18. 18ാമത്തെ വാക്യത്തിൽ വളരെ ആഗ്രഹിച്ചിട്ടും പിശാചിൽ നിന്നും നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ. 18ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. How powerful it is. എത്ര ശക്തിയുള്ളൊരു പ്രസ്താവനയാണ്. It is kind of hard for new covenant believers to believe this. കാരണം ഇത് വിശ്വസിക്കാൻ നമ്മൾ പുതിയ ഉടമ്പടിയിലെ നമുക്ക് വളരെ താല്പര്യവും സന്തോഷവുമാണ്. How can that happen? How can Satan stop me? കാരണം ഇത്രമേൽ 3-ാം സ്വർഗത്തോളൊക്കെ എടുക്കപ്പെട്ട പൗലോസിനെ തടയാൻ പിശാചിനെ കൊണ്ട് പറ്റൂ. But Paul clearly says that he was hindered of Satan. പക്ഷേ ഒട്ടും ജാട കാണിക്കാതെ പൗലോസ് തുറന്നു പറഞ്ഞു, ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ സാത്താൻ ഞങ്ങളെ തടുത്തു. How is this possible? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? Different types of things can stop you from doing God's work. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിൽ നിന്നും നിരവധിയായ കാര്യങ്ങൾ നിങ്ങളെ തടയുവാനായി വരും. One of the things is persecutions. അതിലൊന്ന് എന്ന് പറയുന്നത് ഉപദ്രവമാണ്. From the political situations you can be stopped from going or doing the ministry of God. രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹികമായ സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയമായ പിടിവാശികൾ, ഇതുകൊണ്ടൊക്കെ നമ്മെ ഭരമേൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി ചെയ്തെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും. Or from oppositions against the Christians. അതല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരായുള്ള സുവിശേഷ വിരുദ്ധന്മാരുടെ ആക്രമണം. And so another thing is distraction and busyness. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മളൊരു വല്ലാത്ത തിരക്കിലകപ്പെടുക, ഇതിനോടൊന്നും വലിയ താല്പര്യം തോന്നാതിരിക്കുക. Or what enemy does is he preoccupies us with different things so that you don't have time to do God's will and God's mission. സാത്താൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവവേലയേക്കാൾ ഉപരിയായി, ദൈവിക ശുശ്രൂഷയേക്കാൾ മുഖ്യമായി മറ്റു പലതും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മെ തിരക്കുള്ളവരാക്കി തീർക്കുക. These are some of the ways that Satan hinders us as Christians. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതയാത്രയെ, നമ്മുടെ ആത്മീക യാത്രയെ തടയുവാനായി പിശാച് ചെയ്യുന്ന നിരവധിയായ ഉപായങ്ങളിൽ ചിലതാണിത്. There is another way, it's through division in between believers. മറ്റൊരു കാര്യം പിശാച് എടുത്ത് ചെയ്യുന്നത് വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക. So they will bring conflict in the church so that there will be groups of different people with different things. സഭായോഗം ആചരിക്കുവാനായി ഒരേ അപ്പത്തിന്റെ അംശങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന്
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരിന് വിളിക്കുന്ന, ഹൃദയപരമായ ഒരു ഐക്യവുമില്ലാത്ത, ആത്മാവിൽ ഏകത്വമില്ലാതെ പാട്ടുപാടി സ്തുതിച്ച് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ. Another one is fear and discouragement. അടുത്ത പിശാച് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഭയവും നിരാശയുമാണ്. Saying that you are not worthy of doing God's ministry. കാരണം നമ്മളോടൊക്കെ പറയാണ്, ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ ശുശ്രൂഷിക്കുവാനോ നിന്നെ പോലെ ഒരാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? You are not adequate enough to do God's mission and ministry. ദൈവിക വേലയ്ക്ക് ചുമല് കൊടുക്കാൻ നിന്നെ പോലെ ഒരു മനുഷ്യന് ഒരു യോഗ്യതയുമില്ല. So all these things devil uses to stop us from doing God's mission. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുവാനായി തന്ത്രശാലിയായ പിശാച് ഉപയോഗിക്കുന്ന അനേകം തന്ത്രങ്ങളിൽ ചിലതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. So let me tell you to my believers, there will be expect spiritual oppositions when doing God's work. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏതു സമയത്തും നമ്മെ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി ചെയ്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ ശത്രുവിന്റെ ഭാഗത്തുനിന്ന് ഉപദ്രവങ്ങളും തടസ്സങ്ങളും വെളിപ്പെടും. He may not come with the horn and the bald head. നമ്മുടെയൊക്കെ ചിന്തയിലോ നമ്മൾ കണ്ട ചിത്രങ്ങളിലോ ഉള്ളതുപോലെ 4 കൊമ്പും 8 വാലുമായിട്ടൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ അവൻ വരിക. He will come in a very subtle way to stop you from doing God's ministry. വളരെ മാന്യമായി തന്നെ സഹോദരാ എന്നൊക്കെ വിളിച്ച് വളരെ മാന്യമായി സംസാരിച്ചുകൊണ്ടായിരിക്കും വെളിച്ചദൂതന്റെ വേഷം കെട്ടി പലരും വരിക. So expect spiritual oppositions when doing God's work. അതുകൊണ്ട് തന്നെ ദൈവവേലയ്ക്ക് ചുമല് കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ആത്മീകമായ തടസ്സങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിക്കണം. So let us turn our Bibles to James chapter 4 verse 7. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് തിരിയാം. It says, resist the devil and he will flee from you. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. So as a new covenant believer we have to resist, not fight. അതുകൊണ്ട് തന്നെ പുതിയ ഉടമ്പടിയിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കാനാണ് പ്രമാണമുള്ളത്, പിശാചിനോട് യുദ്ധം ചെയ്യുവാനല്ല. Amen. Amen. This is a news for all the married men also. ഇത് പുതിയതായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എല്ലാവർക്കും ബാധകമായ ഒരു തത്വം തന്നെയാണ്. And for the sisters also. സഹോദരിമാർക്കും ഇത് ബാധകം തന്നെയാണ്. Sometimes women will come and make you to screw you up. ചിലപ്പോഴൊക്കെ ഉപായത്താൽ ഹവ്വ വന്നതുപോലെ അഭിനവ ഹവ്വമാർ വന്നേക്കാം. You are not allowed to fight, but you have to resist. അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ ബുദ്ധിയോടെ അവരെ തല്ലല്ല വേണ്ടത്, അവരോട് എതിർത്ത് നിൽക്കുക, തല്ല് വാങ്ങിക്കാതെ നോക്കുക. Same thing with the sisters. ഇത് തന്നെ തിരിച്ചും ബാധകമാണ്. Your husband might start screwing you for the പരിപ്പ് കറി that you made, it got burned, or the rice that you cooked is with smoke or different things. ഇതുപോലെ തന്നെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ചില ചൊറിച്ചിലുകൾ വന്നേക്കാം. പരിപ്പ് കറി വല്ലാതെ ആയി, അടിയെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും അപ്പോഴൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കുക. ആ പിശാചിനോട് എതിർത്ത് നിൽക്കുക. No fight. അവരോട് ഒരിക്കലും യുദ്ധത്തിന് പോകരുത്. I want you to understand, as a believer we have to do this to resist the devil. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് ഈ പറയുന്ന സകല പിശാചുക്കളോടും നമ്മൾ എതിർത്ത് നിൽക്കണം. How do you resist the devil? എങ്ങനെയാണ് നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നത്? The simplest answer that I give is through prayer. ഏറ്റവും ലളിതമായ ഒരു ഉത്തരം ഞാൻ പറയാം, പ്രാർത്ഥനയിലൂടെ. Through prayer. പ്രാർത്ഥനയിലൂടെ. You have to, as a believer you have to resist the devil. പിശാചിനോട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് പ്രാർത്ഥനയിലൂടെ നാം പിശാചിനോട് സദാകാലവും എതിർത്ത് നിൽക്കണം. So there will be oppositions from Satan. പിശാചിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ വന്നേക്കാം. There will be spiritual warfare and that is real. അതോടൊപ്പം തന്നെ ആത്മീക പോരാട്ടങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടി വന്നേക്കാം, അത് വാസ്തവമായ കാര്യമാണ്. Only thing you have to do is to resist the devil. അവിടെയൊക്കെ നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പിശാചിനോട് എതിർത്ത് നിൽക്കുക. Through prayer. പ്രാർത്ഥനയിലൂടെ. So you can see Paul had pain of separation and also opposition from Satan. ഇവിടെ ഇത്രമാത്രം ആത്മീകത്തിൽ കരുത്തനായ പൗലോസ് പറയുകയാണ്, അല്പകാലത്തേക്ക് തെസലോനിക്കരെ വിട്ടു നിൽക്കേണ്ടി വന്നപ്പോൾ അധികമായൊരു ഭാരം ഹൃദയത്തിന് വന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഒരു സമാഗമനത്തിന് തടസ്സമായി പിശാച് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. Imagine you are playing a football match. ഒരു പന്തുകളി നടക്കുന്ന ഒരു മത്സരം ഒന്ന് ഭാവനയിൽ കാണുക. So there will be two teams.
സ്വാഭാവികമായും പന്ത് കളിക്ക് രണ്ട് ടീമുകളാണല്ലോ. And the one team, you are in one team and the other team is the opposition team. അതിൽ ഒന്ന് നിങ്ങളുടെയും ഒന്ന് നിങ്ങളുടെ എതിരാളികളുടെ ടീമും. Imagine the other team is so strong, they are doing all their techniques to to do an opposition to you. നമ്മളൊന്ന് നമ്മുടെ ഭാവനയിൽ കാണുക. നമ്മുടെ എതിരാളികൾ എന്ന് പറയുന്നത് നമ്മളെക്കാൾ കരുത്തരാണ്, ഒരുപാട് തന്ത്രങ്ങളുള്ളവരാണ്. അവർ നമ്മളെ കീഴ്പ്പെടുത്താനായി, നമ്മളുടെ മേലെ അധീശത്വം നേടാനായി എല്ലാ കാര്യങ്ങളിലും അവർ ഏർപ്പെടുന്നു. So they are defending really good at you. കാരണം അവർ നന്നായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട്. And can you imagine all the team will say, oh, they are too strong, I am going. അപ്പം അങ്ങനെ ഒരു വരുമ്പോൾ നമ്മൾ തോന്നുകയാണ്, അയ്യോ അവർ ഗംഭീര കേമന്മാരാണ്, നമ്മൾ ഇപ്പോഴേ കളി മതിയാക്കി പോകാമെന്ന് ഏതെങ്കിലും ടീം പറയൂ? ചില ടീം പറയല്ലേ? No, we are not supposed to do that. ഇല്ലെന്നേ, കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ 90 മിനിറ്റ് നമ്മൾ നിൽക്കും. So there might be somebody as a reserve person who is good with his legs. He will say, okay, I will go inside, you come inside, it's time for you to play. ചില സമയത്ത് നമുക്ക് കളിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളെക്കാളും നന്നായി കളിക്കാനായി റിസർവിലിരിക്കുന്ന മറ്റേ ആളുണ്ടാവും. അപ്പം നമ്മളൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക, പുള്ളി വന്ന് കളിക്കട്ടെ നീ. And he will show the magic. He will go through the defense and get the goal for you. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുവരെയും മറ്റ് എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് പോകാൻ പറ്റാതെ വണ്ണം നിന്നിരുന്ന നമ്മൾ മാറി, നമുക്ക് പകരം നല്ല ദൈവകൃപയുള്ള ഒരുത്തം വന്നാൽ അവൻ അതിൻ്റെ മധ്യത്തിൽ വഴിവെട്ടി ശത്രുവിൻ്റെ ഗോൾ മുഖത്തേക്ക് കടക്കും. What I am trying to say is, ഞാൻ പറഞ്ഞതിൻ്റെ ഒക്കെ ഉദ്ദേശം, as Christians we need to press on in our life. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം ജീവിതത്തിൽ മുൻപോട്ട് ഓടിയേ പറ്റൂ. You have to press on. നമ്മൾ ജീവിതത്തിൽ മുൻപോട്ട് ഓടിയേ പറ്റൂ. No matter the circumstances. സാഹചര്യം എത്രമാത്രമായിരുന്നാലും അതൊരു വിഷയമല്ല. So there will be enemies and there will be problems from the Satan, opposition from the Satan, but you have to use the weapon of prayer to resist or overcome the Satan. വാതിൽ വലിയതാണ്, വിശാലമാണ്, പക്ഷേ എതിരാളികളും വളരെയുണ്ട്. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുൻപിൽ വെച്ചിരിക്കുന്ന ലാക്കിൻ്റെ പരമവിളിയിലേക്ക് നമ്മൾ മുൻപോട്ട് ഓടിയേ പറ്റൂ. The final point that I want to share with you. അവസാനമായി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. The joy and the crown that in Christ. ക്രിസ്തുവിൽ അങ്ങനെ നിർമ്മലതയോടെ ആത്മാർത്ഥമായി പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുന്ന, മുൻപോട്ടോടുവാൻ മനസ്സുവെക്കുന്ന നമുക്ക് ക്രിസ്തുവിൽ സന്തോഷമുണ്ട്, ക്രിസ്തുവിൽ കിരീടമുണ്ട്. In verse 19 and 20, Paul shifts his frustrations and his sorrows, his pain to the eternal perspective. ഇത്രമാത്രം ജീവിതത്തിൽ താൻ അനുഭവിച്ച പ്രയാസങ്ങൾ, താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, താൻ അനുഭവിച്ച പ്രതികൂലങ്ങൾ, അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് നിത്യമായി തനിക്ക് ലഭിക്കാനിടയുള്ള സന്തോഷത്തെക്കുറിച്ചും പ്രശംസയെക്കുറിച്ചും കിരീടത്തെക്കുറിച്ചും പൗലോസ് പറയണം. അല്പകാലത്തേക്കുള്ള ഞൊടി നേരത്തേക്കുള്ള ഈ സങ്കടത്തേക്കാൾ നിലനിൽക്കുന്നൊരു സമ്പത്ത് ക്രിസ്തുവിലുണ്ട് എന്ന് പൗലോസ് തിരിച്ചറിയുകയാണ്. He is talking about the believers of Thessalonians to be the crown of rejoicing in heaven. പൗലോസ് തെസലോനിക്കയിലുള്ള വിശ്വാസികളോട് തന്നോട് ചേർത്ത് പിടിച്ച് പ്രബോധിപ്പിക്കുകയാണ്, അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ വാടാത്ത കിരീടമുണ്ട് എന്ന്. So he is proud that the Thessalonians are following the Christ that he has preached. താൻ പ്രസംഗിച്ച സുവിശേഷത്തിന് അനുഗുണമായി വണ്ണം, താൻ പരിചയപ്പെടുത്തി കൊടുത്ത ക്രിസ്തുവിൻ്റെ ചുവടുകൾക്ക് ഒത്തവണ്ണം താൻ വളർത്തിക്കൊണ്ടുവന്ന തെസലോനിക്കയിലെ ദൈവസഭ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ പൗലോസ് അഭിമാനം കൊണ്ട് പുളകിതനാവുകയാണ്. He was sad, he was pain and he was facing oppositions, but he shifts his vision, his eyesight to the eternal heaven that God has promised. ഒരു വശത്ത് ദുഃഖമുണ്ട്, ഒരു വശത്ത് പ്രയാസങ്ങളുണ്ട്, ഒരു വശത്ത് വേദനകളുണ്ട്, ഒരു വശത്ത് ഉപദ്രവങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം പൗലോസ് ദൃഷ്ടി പതിപ്പിക്കുന്നത് നിത്യമായി നിലനിൽക്കുന്ന, വരാനുള്ള സ്വർഗം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യമായ ഘനമേറിയ ക്രിസ്തുവിലുള്ള സമ്പത്തിനെ കുറിച്ചായിരുന്നു. The true measure of success is not wealth, achievements or fame, but people brought to Christ. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഫലവത്തായി തീർന്നു എന്നുള്ളതിൻ്റെ അടയാളം നമ്മളിവിടെ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തല്ല, നമ്മളിവിടെ ആർജിച്ചെടുത്ത നമ്മുടെ സ്വാധീനമല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേരല്ല, മറിച്ച് ക്രിസ്തുവിങ്കലേക്ക് നമ്മൾ നടത്തുന്നവർ അവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. It's not that you are being promoted from evangelist to pastor. അത് സുവിശേഷകനിൽ നിന്നും പാസ്റ്ററായി മാറ്റപ്പെടുക എന്നുള്ള അവസ്ഥയല്ല. The prefix has changed. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ തലക്കെട്ടുകൾക്ക് ഒരു മാറ്റം
വന്നേക്കാം, from pastor to bishop, അതല്ലെങ്കിൽ പാസ്റ്ററിൽ നിന്ന് ബിഷപ്പ് ആയേക്കാം, or bishop to prophet, അല്ലെങ്കിൽ ബിഷപ്പിൽ നിന്നും പ്രവാചകൻ എന്ന് പറയുന്ന പട്ടം വന്നേക്കാം, or prophet to apostle, അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്നും അപ്പസ്തോലൻ. doesn't matter what is this. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. It is not the fame that you have. നിങ്ങൾക്കുള്ള പ്രശസ്തിയല്ല ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് നിശ്ചയിക്കുന്നത്. It is how many people you brought to Christ. ഈ ജീവിതം കൊണ്ട് എത്ര പേരെ നിങ്ങൾ അറിഞ്ഞ സത്യത്തിലേക്ക് നിങ്ങൾ വഴി നടത്തി, അതാണ് നിങ്ങൾക്ക് നന്മയ്ക്കായി കണക്കിടുക. Or how many people you gave your hand, lifted them up and put them on the rock. ഈ ജീവിത കാലയളവിൽ വഴുതി പോകാമായിരുന്ന സാഹചര്യത്തിൽ, കുഴഞ്ഞു പോകാമായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവരെ നിർത്തി ഉറപ്പുള്ള ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുവാൻ നിങ്ങളിൽ എത്ര പേർ കൂട്ടായ്മയുടെ വലങ്കര കൊടുത്തു? അതാണ് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. So let me remind you and close my sermon with this 3 points. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെ ഒരു ആവർത്തി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തി എൻ്റെ പ്രസംഗത്തിന് പരിസമാപ്തി കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. Will somebody be in pain if you were removed? അല്പസമയത്തേക്ക് നിങ്ങളെ കാണാതിരുന്നാൽ നിങ്ങളെ കാണണമെന്നോർത്ത് ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? Go back home and take a small piece of paper and write down the list. വീട്ടിലോട്ട് ചെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ വന്നില്ലെങ്കിൽ, ഞാൻ ഒരു 3 ആഴ്ച സഭായോഗത്തിന് വന്നില്ലെങ്കിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സഭയിലുണ്ടാകുമോ എന്നൊന്ന് ജസ്റ്റ് വെറുതെ ഒരു മനസ്സുഖത്തിന് വേണ്ടി ഒന്ന് എഴുതി വെക്കുക. Amen. And remember that there is opposition for you. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കുക, വാതിൽ വലിയതാണ്, വിശാലമാണ്, എതിരാളികളും ഏറെയുണ്ട്. The joy and the crown in Christ is more important than anything else. ഈ ഭൂമിയിൽ നമ്മൾക്കുള്ള സകലത്തിനേക്കാളും എത്രയോ ഉന്നതമാണ്, എത്രയോ ഉദാത്തമാണ് ക്രിസ്തുവിൽ ക്രിസ്തു നമുക്ക് പറഞ്ഞിരിക്കുന്ന സന്തോഷവും ക്രിസ്തു നമുക്ക് തരുന്ന കിരീടവും. Do you have joy to see people getting saved for the glory of God? ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ എളിയവരായ നമ്മിലൂടെ രക്ഷയുടെ പരിജ്ഞാനത്തിലേക്ക്, രക്ഷയുടെ സന്തോഷത്തിലേക്ക് ചിലരെങ്കിലും നടത്തുന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നവരാണോ? I have heard a story like this. ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. There was a coach that was training his team very hard. വളരെ കർക്കശമായി തന്നെ തൻ്റെ ടീമിനെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകനെ കുറിച്ച്. And this coach was they were getting into a match that they were been waiting and training for a long time. കാരണം ഈ വലിയ കർക്കശമായ ഈ പരിശീലനത്തിന് വേണ്ടി ടീമിനെ തയ്യാറെടുക്കുന്നത് വരാൻ പോകുന്ന ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഈ കോച്ച് ഈ ടീമിനെ ഇത്രമാത്രം കാർക്കശ്യത്തോടെ പരിശീലിപ്പിക്കുന്നത്. And on that day the team played really well. അങ്ങനെ ആ ദിവസം എത്ര നാളുകളായിട്ടോ അവർ ഈ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ ആ മത്സര ദിവസം വളരെ നന്നായി തന്നെ ആ ടീം കളിച്ചു. And they won the match. അത് മാത്രമല്ല, ആ മത്സരത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. And it was time for them to receive the trophy. അങ്ങനെ ആ സമ്മാനം, ട്രോഫി വാങ്ങുന്നുള്ള സമയം വന്നു. And all the team members were rejoicing and enjoying. എല്ലാ ടീം അംഗങ്ങളും ഭയങ്കരമായ ആഹ്ലാദ തിമിർപ്പിലാണ്. And they are getting the trophy and they were in joy, the team members. കാരണം അവർ ആ ട്രോഫി ഏറ്റുവാങ്ങി അവരങ്ങ് ആഹ്ലാദ തിമിർപ്പിലാണ്. And somebody asked the coach, I see that you are not much worried about the trophy, but you are looking at all the players. അപ്പോൾ ഈ കോച്ചിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ട്രോഫിയെ കുറിച്ചൊന്നും അല്ല നോക്കുന്നത്, നിങ്ങൾ കളിക്കാരെ കുറിച്ചാണല്ലോ നിങ്ങളുടെ കൂടുതൽ ഒരു കൺസേൺ. So the coach said, അപ്പോൾ അതിനോട് കോച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. The joy that is more in my heart is not for the trophy but for my players with the smiling face. പക്ഷേ ആ കോച്ച് പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോൾ കിട്ടിയ ഈ ട്രോഫി ഉണ്ടല്ലോ അതൊന്നുമല്ല എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കളിക്കാരാണ്, അവരാണ് എനിക്ക് പ്രധാനം. I have been training them and when I see the joy in their life I am so happy. കാരണം ഈ നാളുകളൊക്കെ ഞാൻ അവരെ കർക്കശമായി പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത് ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അവരനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. Hallelujah. Hallelujah. Will God say the same thing about us? ഇതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ചില പരിപരുത്ത വഴികളിലൂടെ, ചില ഞെരുക്കങ്ങളിലൂടെ, ചില ദുഃഖങ്ങളിലൂടെ, ചില വേദനകളിലൂടെയൊക്കെ ദൈവം നമ്മെ കടത്തിവിട്ട് നമ്മെ കൊള്ളാകുന്നവരാക്കി പുറത്തെടുക്കുമ്പോൾ ആ കിരീടം പ്രാപിക്കുന്ന സമയത്ത് നമ്മെ ഓർത്ത് ദൈവഹൃദയം സന്തോഷിക്കുവാനിട വരുമോ? Amen. ആമേൻ. Keep pressing forward. കാരണം നമ്മൾ മുൻപോട്ട് തന്നെ ഓടണം. There will be persecutions, there will be problems. കാരണം ഈ ഓട്ടത്തിനിടയിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്,
വലിയ പ്രതികൂലങ്ങളുണ്ട്. It might be from inside, outside. അതൊരു പക്ഷെ ഉള്ളിൽ നിന്നായിരിക്കാം, ഒരു വേള പുറത്തു നിന്നായിരിക്കാം. But please press forward in Christ. പക്ഷെ എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഓട്ടം മുൻപോട്ട് തന്നെ ഓടണം. എന്നോട് കൂടെ പറഞ്ഞാട്ടെ, ഓട്ടം മുന്നോട്ട് തന്നെ ഓടണം. ഓട്ടം മുൻപോട്ട് തന്നെ ഓടണം. Let's stand in the presence of God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Heavenly Father, we thank you for this day. Thank you that you spoke to us and spoke to me, our Father. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, വചനത്തിലൂടെ അങ്ങ് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചതിനായി സ്തോത്രം. Lord, thank you that you reminded us. Even Paul at times felt pain and he was stopped by the enemy, but eventually he found that it is what the finish line or what Christ could do in his life. പ്രിയ പിതാവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനായ പൗലോസിനെ ഒരു ഭാഗത്ത് വലിയ വേദനയും വലിയ പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോഴും അതിനെയൊക്കെ കവിയുന്ന സ്വർഗീയമായ സന്തോഷത്തെ കൊണ്ട് അങ്ങ് ഒരുക്കിയിരിക്കുന്ന പ്രശംസാ കിരീടത്തിൽ അങ്ങ് നൽകുന്ന സന്തോഷത്തിൽ അതിൽ ദൃഷ്ടി വെച്ച് ഈ മരുഭൂ പ്രയാണം ജയത്തോടെ ഓടിത്തീർക്കുവാൻ അങ്ങ് പ്രിയപ്പെട്ടവനെ സഹായിച്ചതുപോലെ അടിയങ്ങളെയും സഹായിക്കുമാറാകണമേ. Help us also, Father. പ്രിയ കർത്താവേ, ഈ മരുഭൂ പ്രയാണത്തിൽ അങ്ങ് ഞങ്ങൾക്കും തുണ നിൽക്കുമാറാകണമേ. Help us to press forward. കർത്താവേ, മുൻപോട്ട് തന്നെ പരമവിളിയുടെ ലാക്കിലേക്ക് തന്നെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to remember the joy and the crown in Christ is more important than anything else. മറ്റെന്തിനേക്കാളും ഉപരിയായി താൽക്കാലികമായ നശ്വരമായ ഈ ലോകം വെച്ച് നീട്ടുന്ന സകലത്തെക്കാളും ഉപരിയായി നിലനിൽക്കുന്ന അനശ്വരമായ അങ്ങിലുള്ള സന്തോഷത്തെയും അങ്ങിലുള്ള പ്രശംസാ കിരീടത്തെയും വിലയേറിയതായി എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ.